Good morning all dears. Welcome back to a new class. നമ്മുടെ +1 പൊളിറ്റിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. +1 പൊളിറ്റിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സെക്കൻഡ് പാർട്ടിലെ ചാപ്റ്റർ 1, 2 ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഭരണഘടനയെക്കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചുമൊക്കെ വിശദമായി പഠിച്ചു അല്ലേ. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളെക്കുറിച്ച്, ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഗവൺമെൻറ്റിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു മുതലായ കാര്യം, ഗവൺമെൻറ്റിനെ കുറിച്ചും ഭരണഘടനയുടെ രൂപീകരണം, ഭരണഘടനയുടെ പ്രവർത്തനം, ഭരണഘടനയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഭരണഘടനയെക്കുറിച്ചുമൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കുറേ തിയറീസാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി എന്നാണ്. രാഷ്ട്രീയ സിദ്ധാന്തത്തിന് ഒരു ആമുഖം എന്നാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര്. പാഠത്തിൻ്റെ പേര് പോലെ തന്നെ രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഈ ചാപ്റ്റർ. അതിനു മുമ്പായി പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെ രൂപം കൊണ്ടു എന്ന് നമ്മൾ അറിയണം. പൊളിറ്റിക്സ് എന്ന് പറയുന്ന പദം എങ്ങനെ രൂപം കൊണ്ടു? പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചത് ഗ്രീക്ക് പദമായിട്ടുള്ള പോളിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഗ്രീക്ക് പദമായിട്ടുള്ള പോളിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചത്. പോളിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സിറ്റി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നഗരരാഷ്ട്രങ്ങൾ എന്നാണ്. പണ്ട് ഗ്രീക്കിലുണ്ടായിരുന്ന നഗരരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചത്. ഈ നഗരരാഷ്ട്രങ്ങളെ ഗ്രീക്ക് ഭാഷയിൽ പോളിസ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഉത്ഭവം. അപ്പോൾ വൺ വേർഡായിട്ട് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ അതൊന്ന് നന്നായി ഓർത്ത് വെക്കുക. പോളിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന വാക്ക് ഉത്ഭവിച്ചത്. പോളിസ് എന്ന വാക്കിൻ്റെ അർത്ഥം നഗരരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സിറ്റി സ്റ്റേറ്റ്സ് എന്നാണ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഗ്രീക്കിലെ ഫിലോസഫർ ആയിരുന്ന അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ ആരാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ചോദിച്ചാൽ അരിസ്റ്റോട്ടിലാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇതും വൺ വേർഡായിട്ട് ചോദിക്കാറുണ്ട്. ഈ പാഠഭാഗത്തിൽ നിന്ന് വൺ വേർഡുകൾ കഴിഞ്ഞാൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. വൈ ഡു വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി? ചോദ്യം ഇതാണ്, വൈ ഡു വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി? അതായത് എന്തിനാണ് നാം രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത്? രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം. ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ രാഷ്ട്രീയ സിദ്ധാന്തം ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥികൾ മാത്രം പഠിക്കേണ്ട ഒന്നാണോ? അല്ല. കാരണം രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറയുന്നത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, ഏത് മേഖലയിലുള്ള ആളായിക്കൊള്ളട്ടെ, അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലെ ഒരു പൗരനായിരിക്കും അല്ലേ. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ പൗരൻ എന്ന നിലയിൽ ആ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഗവൺമെൻറ്റിനെക്കുറിച്ച്, അവിടുത്തെ ഭരണഘടനയെക്കുറിച്ച്, അവിടുത്തെ രാഷ്ട്രീയ തത്വങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കൽ അനിവാര്യമല്ലേ അല്ലേ. അപ്പോൾ എൻജിനീയറോ ഡോക്ടറോ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ മറ്റേത് മേഖലയിലുള്ള ആളായിക്കൊള്ളട്ടെ, ബിസിനസ്മാൻ, ഏത് മേഖലയിലുള്ള ആളായാലും അവരെല്ലാവരും ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലായിരിക്കും. ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിലെ പൗരനാണ്. ഒരു രാഷ്ട്രത്തിലെ പൗരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? ഗവൺമെൻറ്റിനെ കുറിച്ച് അറിയണം, പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയണം, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് അറിയണം, നിയമ സംവിധാനങ്ങളെക്കുറിച്ച് അറിയണം, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് അറിയണം. ഇതെല്ലാം അറിയണമെങ്കിൽ എന്ത് പഠിക്കണം? പൊളിറ്റിക്കൽ തിയറി പഠിച്ചിരിക്കണം. അത്
പുസ്തകത്തിൽ നിന്നോ സ്കൂളിൽ നിന്നോ അങ്ങനെ പഠിക്കണം എന്നല്ല. പക്ഷേ ഒരു പൊതുപ്രവർത്തകനോ സാമൂഹിക സേവകനോ അങ്ങനെയുള്ള ആരായാലും, ഏത് മേഖലയിലുള്ള ആളായാലും എന്ത് പഠിച്ചേ പറ്റുള്ളൂ? ഈ പൊളിറ്റിക്കൽ തിയറി പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഓരോ വിദ്യാർത്ഥിയും ഭാവിയിലെ വോട്ടവകാശമുള്ള പൗരന്മാരാകാൻ പോകുന്നവരാണ്. നാം ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും മറ്റും ഏതൊരു പൗരനും അറിഞ്ഞിരിക്കണം. അതിന് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. പറഞ്ഞത് ശരിയല്ലേ? ഏതൊരു വിദ്യാർത്ഥിയും ഭാവിയിൽ വോട്ടവകാശമുള്ള പൗരന്മാരാകും. അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചറിയണം, രാഷ്ട്രത്തെക്കുറിച്ചറിയണം, രാഷ്ട്രീയത്തെക്കുറിച്ചറിയണം, ഗവൺമെൻറ്റിനെക്കുറിച്ചറിയണം, രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചറിയണം, നിയമങ്ങളെക്കുറിച്ചുമൊക്കെ അറിയണം. ഇതെല്ലാം അറിയണമെങ്കിൽ എന്ത് പഠിക്കണം? രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കണം. ഓക്കെ. അപ്പോൾ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞു. ഈ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നതിലൂടെ നാം എന്തെല്ലാം പഠിക്കും? വാട്ട് ഡു വി സ്റ്റഡി ഇൻ പൊളിറ്റിക്കൽ സയൻസ്? രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക? അതാണ് അതിൽ വരുന്ന മറ്റൊരു ചോദ്യം. എന്തെല്ലാം കാര്യങ്ങളാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുമ്പോൾ നാം പഠിക്കുക? എന്തൊക്കെ പഠിക്കും? സ്റ്റഡി ഓഫ് മാൻ, മനുഷ്യനെക്കുറിച്ച് പഠിക്കും. സ്റ്റഡി ഓഫ് റൈറ്റ്സ്, മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കും. സ്റ്റഡി ഓഫ് ഗവൺമെൻറ്, അല്ലേ, ഗവൺമെൻറ്റിനെ കുറിച്ച് പഠിക്കും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പഠിക്കും. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളായിട്ടുള്ള ലെജിസ്ലേച്ചറിനെ കുറിച്ചും എക്സിക്യൂട്ടീവിനെ കുറിച്ചും ജുഡീഷ്യറിയെക്കുറിച്ചും പഠിക്കും. അതുപോലെ നിരവധി രാഷ്ട്രീയ തത്വങ്ങളെക്കുറിച്ച്, പൊളിറ്റിക്കൽ ഫിലോസഫിയെക്കുറിച്ചും പഠിക്കും. അപ്പോൾ രാഷ്ട്രീയ സിദ്ധാന്തം എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലെ വോട്ടവകാശമുള്ള പൗരന്മാരാകാൻ പോകുന്നവരാണ് ഓരോ വിദ്യാർത്ഥിയും. അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അതിന് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കണം. ഇനി എന്തൊക്കെയാണ് രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നാം പഠിക്കുന്നത് ചോദിച്ചാൽ, സ്റ്റഡി ഓഫ് മാൻ, മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്നു. സ്റ്റഡി ഓഫ് റൈറ്റ്സ്, മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. സ്റ്റഡി ഓഫ് ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ്, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചും പഠിക്കുന്നു. സ്റ്റഡി ഓഫ് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി മുതലായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഫിലോസഫി, നിരവധി രാഷ്ട്രീയ തത്വങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ള ഒരേ ഒരു ചോദ്യം. എന്തിനാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നാം പഠിക്കുന്നത്? ഒരൊറ്റ ചോദ്യമായിട്ട് പഠിച്ചാൽ മതി. രണ്ട് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. രണ്ട് രീതിയിൽ ചോദിച്ചാൽ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററുടെ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചത് പോളിസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം സിറ്റി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നഗരരാഷ്ട്രങ്ങൾ എന്നാണ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. പിന്നെ പഠിച്ചത് എന്തിനാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത്, രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നതിലൂടെ നാം എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ, സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യം. എന്താണ് ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? നിയന്ത്രണങ്ങളുടെ അഭാവമാണ് സ്വാതന്ത്ര്യം, അല്ലേ? ശരിയല്ലേ? നിയന്ത്രണങ്ങളുടെ അഭാവമാണ് സ്വാതന്ത്ര്യം. ഫ്രീഡം ഈസ് ദി ലാക്ക് ഓഫ് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ്. ഒരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയാണ് സ്വാതന്ത്ര്യം. എന്നാൽ ഒരു നിയന്ത്രണവുമില്ലാത്തൊരു ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുമോ? ആലോചിച്ച് നോക്കുക. ഒരു നിയന്ത്രണവുമില്ല, ആർക്കും ഇഷ്ടമുള്ളതുപോലെ എന്തും ചെയ്യാം. അത്തരം ഒരു ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം എല്ലാവർക്കും എന്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരാളെ കൊല്ലണമെങ്കിൽ കൊല്ലാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാനും, ഉപദ്രവിക്കണമെങ്കിൽ ഉപദ്രവിക്കാം, മറ്റുള്ളവരെ പരിഗണിക്കാതെ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അത്തരമൊരു ലോകത്തിൽ ജീവിക്കുക അസാധ്യമാണ്. അപ്പോൾ
നിരവധി തർക്കങ്ങൾ അവിടെ ഉണ്ടാവും, അക്രമങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ തർക്കങ്ങൾ തീർക്കാനും അക്രമങ്ങൾ നിയന്ത്രിക്കാനും ഓരോ സമൂഹത്തിലും എന്ത് വേണം? നിയന്ത്രണങ്ങൾ വേണം. നിയന്ത്രണങ്ങൾ ഉള്ള സമൂഹത്തിലേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നിയന്ത്രണവും ഇല്ലാത്ത സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളുടെ അഭാവമാണ് എങ്കിലും ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു ലോകത്തിൽ ജീവിക്കുക അസാധ്യമായതുകൊണ്ട് ഏതൊരു സമൂഹമായാലും അവിടെ ചില നിയന്ത്രണങ്ങൾ വേണം. എന്തിനു വേണ്ടിയിട്ട്? തർക്കങ്ങൾ തീർക്കാൻ, അക്രമങ്ങൾ നിയന്ത്രിക്കാനൊക്കെ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളുടെ അഭാവമാണ്. പക്ഷേ ഒരു നിയന്ത്രണവും ഇല്ലാത്തൊരു സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഏതൊരു സമൂഹത്തിലും ചില നിയന്ത്രണങ്ങൾ അനിവാര്യമാണ്. പ്രധാനമായും 3 തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഒന്ന് മേധാവിത്വം. മേധാവിത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് അല്ലെങ്കിൽ അധികാരികളുടെ വക ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മുടെ ഇവിടെ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം എന്നൊക്കെ പറഞ്ഞ് പോലീസ്, പട്ടാളം, അങ്ങനെ കുറേ നിയന്ത്രണങ്ങളില്ലേ. അപ്പോൾ അധികാരികളുടെ വക കുറേ നിയന്ത്രണങ്ങൾ വന്നാൽ അതാണ് മേധാവിത്വം. മറ്റൊന്ന് ബാഹ്യ നിയന്ത്രണം. ബാഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള നിയന്ത്രണം. നമ്മുടെ ചുറ്റുപാടും നമുക്ക് പല നിയന്ത്രണങ്ങളുമുണ്ട് അല്ലേ. അത്തരം നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ പലതും കാട്ടിക്കൂട്ടിയേനെ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇനി 3-ാമത്തേതാണ് ആത്മനിയന്ത്രണം, സെൽഫ് റെസ്ട്രിക്ഷൻ. സ്വയം നിയന്ത്രിക്കുക. നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് പലപ്പോഴും തോന്നിയാലും നമ്മൾ എന്ത് ചെയ്യും? സ്വയം നിയന്ത്രിച്ച് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കും ഇല്ലേ. അപ്പോൾ 3-ാമത്തെ നിയന്ത്രണമാണ്, അല്ലെങ്കിൽ 3-ാമത്തെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ നിയന്ത്രണമാണ് ആത്മനിയന്ത്രണം. അപ്പോൾ 3 തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഒരു സമൂഹത്തിലുണ്ടാവുക: മേധാവിത്വം, ബാഹ്യ നിയന്ത്രണം, ആത്മനിയന്ത്രണം. ഇതിൽ ആത്മനിയന്ത്രണമുള്ളവനെ ബാക്കി 2 തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടും നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ആത്മനിയന്ത്രണമുള്ളവർക്ക് ബാഹ്യ നിയന്ത്രണത്തിൻ്റെയും ആവശ്യമില്ല, മേധാവിത്വത്തിൻ്റെയും ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ 3 തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഓരോ സമൂഹത്തിലും ഉണ്ടാവുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയന്ത്രണങ്ങളുടെ അഭാവമാണെന്ന് പറഞ്ഞു. ഈ സ്വാതന്ത്ര്യത്തെ 2 രീതിയിലാണ് പ്രധാനമായിട്ടും നിർവചിച്ചിട്ടുള്ളത്. അതാണ് നെഗറ്റീവ് ലിബർട്ടി ആൻഡ് പോസിറ്റീവ് ലിബർട്ടി. നെഗറ്റീവ് ലിബർട്ടി ആൻഡ് പോസിറ്റീവ് ലിബർട്ടി, അതായത് നിഷേധാത്മക സ്വാതന്ത്ര്യവും ക്രിയാത്മക അല്ലെങ്കിൽ ഗുണാത്മക സ്വാതന്ത്ര്യവും. സ്വാതന്ത്ര്യത്തിന് ഇങ്ങനെ 2 തലങ്ങളുണ്ട് എന്ന ആശയം അവതരിപ്പിച്ചത് ഇസയ ബെർലിൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്. തൻ്റെ 2 കോൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന കൃതിയിലാണ് ഈ നെഗറ്റീവ് ലിബർട്ടി ആൻഡ് പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്ന ആശയം ഇവർ അവതരിപ്പിച്ചു. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷേധാത്മക സ്വാതന്ത്ര്യം, പോസിറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ ക്രിയാത്മക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഗുണാത്മക സ്വാതന്ത്ര്യം. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ള ചോദ്യം ഇതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായി വരുന്ന ഒരു ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും നിരവധി സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലേ. പാട്ടുപാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്? ഒരു പാട്ട് പാടുന്നു, അത്യുച്ചത്തിൽ, വളരെ ഉച്ചത്തിൽ ഒരു പാട്ട് പാടുന്നു. മറ്റൊരാൾക്കും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പാട്ട് പാടുകയാണെങ്കിൽ അത് സ്വാതന്ത്ര്യമാണോ? അത് മറ്റുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അല്ലേ. അത്തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം. എനിക്ക് പാട്ട് പാടാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ മറ്റുള്ളവർക്ക് സ്വസ്ഥമായിരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ഞാനിവിടെ എന്താ ചെയ്തത്? എൻ്റെ സ്വാതന്ത്ര്യം മൂലം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി അല്ലേ. അപ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നെഗറ്റീവ് ലിബർട്ടി. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാത്ത സ്വാതന്ത്ര്യമാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം. ഇത്തരം സ്വാതന്ത്ര്യത്തിൽ വ്യക്തിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും ഇഷ്ടമുള്ളതായി തീരാനും സ്വാതന്ത്ര്യമുണ്ട്.
ഓക്കെ, അപ്പോൾ എന്താണ് നിഷേധാത്മക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നെഗറ്റീവ് ലിബർട്ടി എന്ന് ചോദിച്ചാൽ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നെഗറ്റീവ് ലിബർട്ടി. നിയന്ത്രണങ്ങൾ ഇല്ലാത്ത സ്വാതന്ത്ര്യമാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം. ഇനി ക്രിയാത്മക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പോസിറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാത്ത തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ക്രിയാത്മക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഗുണാത്മക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പോസിറ്റീവ് ലിബർട്ടി. ഇവിടെ സ്വാതന്ത്ര്യത്തിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ മേധാവിത്വമാവാം, അല്ലെങ്കിൽ ബാഹ്യ നിയന്ത്രണമാവാം, അല്ലെങ്കിൽ ആത്മനിയന്ത്രണമാവാം. എന്തു തന്നെയായാലും അവിടെ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഇവിടെ ഒരു വ്യക്തിക്ക് അവൻ്റെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സ്വാതന്ത്ര്യമാണിത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ലിബർട്ടി അല്ലെങ്കിൽ ക്രിയാത്മക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഗുണാത്മക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വാതന്ത്ര്യം മൂലം മറ്റൊരാൾക്കും ഒരു ദോഷവും സംഭവിക്കാത്ത തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇസയ ബെർലിനാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. 2 തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് ഇസയ ബെർലിൻ തൻ്റെ 2 കോൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന കൃതിയിൽ പറഞ്ഞത്. ഒന്ന് നെഗറ്റീവ് ലിബർട്ടി അല്ലെങ്കിൽ നിഷേധാത്മക സ്വാതന്ത്ര്യം, മറ്റൊന്ന് പോസിറ്റീവ് ലിബർട്ടി അല്ലെങ്കിൽ ഗുണാത്മക അല്ലെങ്കിൽ ക്രിയാത്മക സ്വാതന്ത്ര്യം. ഇനി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ചോദ്യം നമുക്ക് പഠിക്കാനുള്ളതാണ് ഹാം പ്രിൻസിപ്പിൾ, ഹാനി തത്വം അല്ലെങ്കിൽ ഹാം പ്രിൻസിപ്പിൾ. ജോൺ സ്റ്റുവർട്ട് മിൽ അഥവാ JS മിൽ തൻ്റെ ഓൺ ലിബർട്ടി അതായത് സ്വാതന്ത്ര്യത്തെ പറ്റി എന്ന് പറയുന്ന കൃതിയിൽ കൊണ്ടുവന്ന ഒരു തത്വമാണ് ഹാനി തത്വം. ഈ ഒരു തത്വത്തിൽ പറയുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നുവെങ്കിൽ മാത്രമേ ബാഹ്യമായ ഇടപെടൽ ആവശ്യമായി വരികയുള്ളൂ. അതായത് JS മിൽ പറയുന്നു, The only purpose for which power can be rightfully exercised over any member of a civilized community against his will is to prevent harm to others. അതായത് ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് മേൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാരം പ്രയോഗിക്കേണ്ടി വരുന്നത് എപ്പോൾ മാത്രമാണ്? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ദോഷകരമായി ബാധിക്കുന്നുവെങ്കിൽ മാത്രമാണ്. ഒരാളുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹാം അല്ലെങ്കിൽ ഹാനി അതായത് ദോഷം സംഭവിക്കുന്നുവെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മേൽ അധികാരം പ്രയോഗിക്കേണ്ടതുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ സിദ്ധാന്തത്തിൽ JS മിൽ മനുഷ്യരുടെ പ്രവൃത്തിയെ അല്ലെങ്കിൽ ആക്ഷൻസിനെ 2 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്വസംബന്ധിയായ പ്രവർത്തനങ്ങൾ അതായത് സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ്, മറ്റൊന്ന് അപരസംബന്ധിയായ പ്രവർത്തനങ്ങൾ അതായത് അതേഴ്സ് റിഗാർഡിംഗ് ആക്ഷൻസ്. സ്വസംബന്ധിയായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം അയാളെ മാത്രം ബാധിക്കുന്നവയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്വസംബന്ധിയായ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ എൻ്റെ പ്രവൃത്തിയുടെ ഫലം എന്നെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളാണ് സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ് അല്ലെങ്കിൽ സ്വസംബന്ധിയായ പ്രവർത്തനങ്ങൾ. അപരസംബന്ധിയായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതേഴ്സ് റിഗാർഡിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവരെ ബാധിക്കുകയാണെങ്കിൽ അതാണ് അപരസംബന്ധിയായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതേഴ്സ് റിഗാർഡിംഗ് ആക്ഷൻസ്. അപ്പോൾ JS മിൽ പറയുന്നു, ഇത്തരത്തിൽ ഒരാളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം അയാളെ മാത്രം ബാധിക്കുകയാണെങ്കിൽ അവിടെ ബാഹ്യമായ ഇടപെടൽ ആവശ്യമായി വരുന്നില്ല, അല്ലേ? അതായത് സ്വസംബന്ധിയായ പ്രവർത്തനങ്ങളാണെങ്കിൽ അവിടെ ബാഹ്യമായ ഇടപെടൽ ആവശ്യമായി വരുന്നില്ല. എന്നാൽ ഒരാളുടെ പ്രവൃത്തി ഉണ്ടാക്കുന്ന ഹാനി മറ്റുള്ളവർക്ക് ഗുരുതരമാവുകയാണെങ്കിലോ അവിടെ ബാഹ്യമായ ഇടപെടൽ വേണം, അവിടെ നിയന്ത്രണം ഉണ്ടായിരിക്കണം. അപ്പോൾ JS മിൽ തൻ്റെ ഹാനി തത്വം എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ പറയുന്നത് ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവർക്ക് ദോഷകരമാവുന്നു എങ്കിൽ മാത്രമാണ് അവിടെ ബാഹ്യമായ ഇടപെടൽ ആവശ്യമായി വരുന്നുള്ളൂ. സിദ്ധാന്തത്തിൽ അദ്ദേഹം വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ 2 തിരിച്ചു. സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻസ് അഥവാ സ്വസംബന്ധിയായ പ്രവർത്തനങ്ങൾ, മറ്റൊന്ന് അതേഴ്സ് റിഗാർഡിംഗ് ആക്ഷൻ അഥവാ അപരസംബന്ധിയായ പ്രവർത്തനങ്ങൾ.
ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവരെ ബാധിക്കുന്നുവെങ്കിൽ മാത്രമാണ് അവിടെ നിയന്ത്രണങ്ങൾ ആവശ്യമായി വരുന്നുള്ളൂ എന്നാണ് ജയസ്മിൽ തൻ്റെ ഹാനി തത്വം അല്ലെങ്കിൽ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഈ തിയറിയിലൂടെ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇത്രയുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ സെക്കൻഡ് പാർട്ടിലെ 2 ചാപ്റ്റേഴ്സാണ് പഠിച്ചത്. 2 ചാപ്റ്റേഴ്സിൽ നിന്നും 3 ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തെ ചാപ്റ്റർ ആൻ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി എന്നായിരുന്നു. രാഷ്ട്രീയ സിദ്ധാന്തത്തിന് ഒരു ആമുഖം. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത്? വൈ ഡു വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി? അല്ലെങ്കിൽ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നതിലൂടെ നാം എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്? ഓക്കെ, അപ്പോൾ എന്തിനാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് രാഷ്ട്രീയ സിദ്ധാന്തത്തിലൂടെ നാം പഠിക്കുന്നത് എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ അതിൽ 1-2 വൺ വേർഡ്സും നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ 2 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേതായിരുന്നു പോസിറ്റീവ് ലിബർട്ടി ആൻഡ് നെഗറ്റീവ് ലിബർട്ടി. ക്രിയാത്മക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഗുണാത്മക സ്വാതന്ത്ര്യം, മറ്റൊന്ന് നിഷേധാത്മക സ്വാതന്ത്ര്യം. എന്താണ് ഇത് രണ്ടും എന്ന് നമ്മൾ പറഞ്ഞു. ഇസയ ബേർലിനാണ് തൻ്റെ 2 കോൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന കൃതിയിലൂടെ ഈ 2 കോൺസെപ്റ്റ്സ് അവതരിപ്പിച്ചത് അല്ലേ. പോസിറ്റീവ് ലിബർട്ടി ആൻഡ് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്ന ഈ ആശയം കൊണ്ടുവന്നത് ഇസയ ബേർലിനാണ്. എന്താണ് ഈ ആശയം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നുവെങ്കിൽ അതാണ് നെഗറ്റീവ് ലിബർട്ടി അല്ലെങ്കിൽ നിഷേധാത്മക സ്വാതന്ത്ര്യം. ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാത്ത തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഗുണാത്മക സ്വാതന്ത്ര്യം. പിന്നീട് ഈ ചാപ്റ്ററിൽ മറ്റൊരു ചോദ്യം നമ്മൾ പഠിച്ചു, ഹാം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹാനി തത്വം. ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവരെ ദോഷകരമായി ബാധിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്? അവിടെ ബാഹ്യമായ ഇടപെടൽ അല്ലെങ്കിൽ നിയന്ത്രണം ആവശ്യമാണ്. അല്ലാത്ത സാഹചര്യങ്ങളിൽ നിയന്ത്രണം ആവശ്യമില്ല എന്നാണ് ജെഎസ് മിൽ അല്ലെങ്കിൽ ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നത്. ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ബുക്കുകളുടെ പേര് വൺ വേർഡായിട്ട് ചോദിക്കാറുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം എഴുതി തരുന്നുണ്ട്. അത് നന്നായി വായിച്ചിട്ട് എല്ലാവരും പഠിക്കുക. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അതും എല്ലാവരും നോട്ടിലുണ്ടാവും. അത് നന്നായി പഠിക്കുക. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.